നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബെൽറ്റിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റീലിന്റെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ ഇങ്ങനെ മുകളിലേക്ക് പൊക്കി കൊടുത്താൽ ഇത് ഈ ഒരു ഹുക്കുമെന്ന് അഴിഞ്ഞു പോരും. ഇതാ നമ്മൾ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് ഒരു ബെഡ്ഷീറ്റ് പോലെ ഈ ക്ലോത്ത് കിടക്കും. അപ്പൊ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ സൗകര്യമാണ്. വെൽക്കം ബാക്ക്. ഹോം സ്റ്റൈൽ സോഫ ആൻഡ് കർട്ടൺ, ബൈപ്പാസ് ജംഗ്ഷൻ, കാവുങ്ങൽ, മലപ്പുറം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ പ്രീമിയം കർട്ടനെ കുറിച്ചാണ്. റിപ്പിൾ കർട്ടൺ. പുതിയ വീടുകൾക്ക് വളരെ ട്രെൻഡിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ഡിസൈനർമാർ ഇന്ന് ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു മോഡലാണ് റിപ്പിൾ കർട്ടൺ. മറ്റുള്ള ലോങ് കർട്ടനുകളെ അപേക്ഷിച്ച് റിപ്പിൾ കർട്ടന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ഇതിനുപയോഗിക്കുന്ന പ്രീമിയം ട്രാക്കുകൾ, നല്ല ക്വാളിറ്റിയുള്ള ബെൽറ്റുകൾ, പിന്നെ റിപ്പിളിന് പറ്റിയ നല്ല ക്ലോത്തുകൾ ഏതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം. നമുക്ക് റിപ്പിൾ കർട്ടന്റെ മോഡൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ഇതാണ് റിപ്പിൾ കർട്ടൻ. ഇങ്ങനെയാണ് ഇതിന്റെ മോഡൽ വരുന്നത്. ഇത് ഇങ്ങനെ ഒരു വേവ്സിലാണ് ഇതിന്റെ മോഡൽ വരുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു റിപ്പിൾ കർട്ടൻ നമ്മൾ ചെയ്തിട്ടുള്ള മുകളിൽ ഒരു പെൽമെറ്റ് വെച്ചിട്ടാണ്. അതുപോലെ ഈ ഒരു കർട്ടൻ ചെയ്തിട്ടുള്ള മുകളിൽ പെൽമെറ്റ് വെച്ചിട്ടാണ്. പെൽമെറ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പ്ലൈവുഡിലോ അല്ലെങ്കിൽ മൾട്ടിവുഡിലോ ഒരു ബോക്സ് അടിച്ചിട്ട് ആ ബോക്സിന്റെ മുകളിൽ മൈക്ക ഒട്ടിച്ചിട്ട് നമുക്ക് വേണ്ട കളറുള്ള മൈക്ക ഒട്ടിച്ചിട്ടാണ് ഈ ഒരു പെൽമെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ വീട്ടിൽ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് അവരെന്നെ സെറ്റ് ചെയ്യുന്നതാണ്. സാധാരണ രീതിയിൽ അവരാണ് സെറ്റ് ചെയ്യല്. ഇനി അതല്ലെങ്കിൽ ജിപ്സം വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഒരു ഒരു ജിപ്സിന് ഒരു കട്ടിങ് ഇട്ടിട്ട് മുകളിൽ നിന്ന് ജിപ്സിന്റെ ആ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന രീതിയിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമതൊരു മോഡൽ വരുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോ പെൽമെറ്റ് ഇല്ല, പെൽമെറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല വീട്ടിൽ. മാത്രമല്ല നമ്മൾ ജിപ്സിന്റെ വർക്കൊന്നും ഇപ്പൊ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ ടൈപ്പിലും ഇത് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ചാനൽ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഇപ്പൊ ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതൊരു പ്രീമിയം ട്രാക്ക് ആയത് കാരണം കാഴ്ചക്ക് അത്ര ഒരു വൃത്തികേടൊന്നും ഇത് തോന്നില്ല. ഈ 3 രീതിയിലാണ് സാധാരണ റിപ്പിൾ കർട്ടൻ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഇതില് ഈ റിപ്പിൾ കർട്ടന്റെ ബാക്ക് സൈഡില് ഷിയർ ചെയ്യാൻ പറ്റും. ഇത് ബാക്കിൽ ഷിയർ കർട്ടൻ ചെയ്ത്, ഇതാണ് ഇതിന്റെ ശരിക്കും ഒരു ശരിയായ ഒരു പ്രീമിയം ലുക്ക്. ഫ്രണ്ടില് ക്ലോത്ത് ചെയ്യുക, റിപ്പിളിൽ ചെയ്യുക, ബാക്കിൽ ഷിയറും ചെയ്യുക. ഇതാണ് ഈ കർട്ടന്റെ ഒരു പ്രീമിയം ലുക്ക് വരുന്നത്. ഇനി മാത്രമല്ല നമുക്ക് ഇതിൽ റിമോട്ടിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഇതും റിപ്പിൾ കർട്ടൻ ആണ്. ഇത് റിമോട്ടിൽ സെറ്റ് ചെയ്താണ്. മോട്ടറൈസർ കർട്ടൻ എന്ന് പറയും. ഇത് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട്. നമ്മൾ വിദേശത്താണെങ്കിൽ പോലും നമുക്ക് പുറത്ത് എവിടെയാണെങ്കിലും നമുക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റും. പുറത്ത് നിന്നിട്ട് നിയന്ത്രിക്കാൻ പറ്റും ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറും അതിനുള്ള ട്രാക്കുകളൊക്കെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാക്കുകളാണ് നമ്മൾ മോട്ടറൈസർ കർട്ടൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ റിപ്പിൾ കർട്ടന്റെ മോഡലുകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ ട്രാക്കുകളും ബെൽറ്റുകളും ഒന്ന് പരിചയപ്പെടാം. ഇതാണ് റിപ്പിൾ കർട്ടൻ ഉപയോഗിക്കുന്ന ട്രാക്ക്. ജംബോ സൈലന്റ് ട്രാക്ക് എന്ന് പറയും. അതായത് ഒരു അലൂമിനിയം ട്രാക്കിനകത്ത് വേറെ ഒരു ഫൈബറിന്റെ ഒരു ട്രാക്ക് കൂടി വരുന്നുണ്ട്. ഇത് സൗണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈലന്റ് ട്രാക്ക് എന്ന് ഇതിന് പറയാം. ഇത് അകത്ത് വരുന്ന ട്രാക്കിന് ഒരു ഡബിൾ ട്രാക്കാണ്. ഈ ഒരു ട്രാക്കിലാണ് പ്രീമിയം റിപ്പിൾ കർട്ടനൊക്കെ നമ്മൾ സാധാരണ ചെയ്യാറ്. പിന്നെ അതിന് വരുന്ന ബെൽറ്റ് ആണ് ഇത്. പ്ലെയിൻ ആയിട്ട് ക്ലോത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ബെൽറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബട്ടൺ ആണ് ഇതിന് ഹുക്ക് ചെയ്യുന്നത്. ആ ഹുക്ക് ചെയ്യണ രീതി ഇതാ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ട്രാക്ക്, ഇത് അതിന്റെ ബെൽറ്റ്.
വളരെ സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കുക്ക് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയാണ് ഇതിന് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബട്ടൺ ഈ ഒരു സ്പേസിൽ ഇങ്ങനെ ഇട്ടിട്ട് താഴേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ലോക്കായി അതുപോലെ അഴിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ ട്രാക്കിനെ പോലെ തന്നെ ഈ ബെൽറ്റും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ. നൈലോണിന്റെ നല്ലൊരു ടാപ്പാണ്. ഏറ്റവും ക്വാളിറ്റി ഉള്ള ടാപ്പുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇനി നമ്മൾ കർട്ടണിൽ ഇത് നമ്മൾ കാണിക്കും. കർട്ടണ് മൊത്തം ആ ഒരു വ്യൂ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് ബെൽറ്റ്, പ്രീമിയം ബെൽറ്റ്. ഒരുപാട് ടൈപ്പ് മെറ്റീരിയൽ റിപ്പിൾ കർട്ടൺ വരുന്നുണ്ട്. പക്ഷെ ഒരു പ്രീമിയം മെറ്റീരിയൽ മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ ഈ പരിചയപ്പെടുത്തുന്നത്, സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ. ഇനി ഇതിന്റെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു വേവ്സിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് പറഞ്ഞല്ലോ. ഇനി ഈ വേവ്സിന്റെ അകലം കുറച്ച് അതിന്റെ ഒരു ഡെപ്ത് കൂട്ടണമെങ്കിൽ ബട്ടൺ അകലം കൂടിയ ബട്ടണുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഈ ഒരു ബട്ടൺ അപേക്ഷിച്ച് ഈ ബട്ടൺ കുറച്ചും കൂടി അകലം കൂടുതലാണ്. അത് കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള ക്ലോത്തുകളാണെങ്കിൽ നമ്മൾ ഈ ഒരു ബെൽറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതാവുമ്പോൾ ഒന്നുകൂടി ഇതിന്റെ ഒരു ഡെപ്ത് കൂടും. ആ ഒരു വേവ്സിന്റെ ഡെപ്ത് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു അകലം കൂടിയ ബട്ടൺ വരുന്ന ബെൽറ്റുകൾ യൂസ് ചെയ്യാറുള്ളത്. അത് നമ്മൾ ക്ലോത്തിന് ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചായിരിക്കും ബെൽറ്റ് ഏതാന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഇത്രയാണ് ഇതിന്റെ ട്രാക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ ട്രാക്കില് വ്യത്യസ്ത കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത് ഓപ്പൺ ടൈപ്പ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കളേഴ്സുകളൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ കളർ തന്നെയാണ് പിന്നെ ചെയ്യാറുള്ളത്. മിക്കവാറും റിപ്പിൾ കർട്ടനുകൾ കൺസീൽഡ് ആയിട്ടാണ് വരിക. ഒന്നില്ലെങ്കിൽ പെൽമെറ്റിനകത്ത്, അതല്ലെങ്കിൽ ജിപ്സിനകത്ത്. ഓപ്പൺ ടൈപ്പ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഡാർക്ക് കളറോ അല്ലെങ്കിൽ വാളിന് മാച്ച് ചെയ്യണ ഇന്റീരിയറിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഡാർക്ക് കളറൊക്കെ വേണമെങ്കിൽ അത് കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് റിപ്പിൾ കർട്ടൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് റിപ്പിൾ കർട്ടൺ ഉപയോഗിക്കുന്ന ക്ലോത്തുകളെ കുറിച്ചാണ്. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ട്രാക്കുകളും ബെൽറ്റുകളും പ്രീമിയം ക്ലോത്തുകളും ചെയ്താലും അതിന്റെ ഭംഗി വരണമെന്നുണ്ടെങ്കിൽ റിപ്പിൾ കർട്ടൺ അതിൻ്റെതായിട്ടുള്ള ക്ലോത്തുകൾ മാത്രം യൂസ് ചെയ്താലേ വരുള്ളൂ. ഒരു ചെറിയൊരു ഉദാഹരണം കാണിക്കാം. 2 പ്രീമിയം ക്ലോത്തുകളാണ്. ഈ ഒരു ക്ലോത്ത് മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വേവ്സ് മോഡൽ വരുന്നുണ്ടല്ലോ, ആ ഒരു മോഡൽ താഴെ വരെ അതേ ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. ആ ഒരു ഷേപ്പ് മുകളിൽ മുതൽ താഴെ വരെ ആ ഒരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇതേപോലെ മറ്റൊരു പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് ഇതും. ഇതിന്റെ മുകളിലും ഈ ഒരു ഷേപ്പില് ഒരു കുഴപ്പമില്ല, മുകൾ ഭാഗത്തെ ഷേപ്പിന് ഒരു കുഴപ്പമില്ല, ആ ഒരു വേവ്സ് കറക്റ്റാ. പക്ഷെ താഴേക്ക് വരുന്തോറും ഇതിന്റെ ഷേപ്പ് പോയി. താഴേക്ക് വരുമ്പോൾ ഇത് ഒന്നും കൂടി ഒരു അകലം വന്നു, ഒരു ഷേപ്പ് പോയി. അപ്പൊ നമ്മൾ റിപ്പിൾ കർട്ടൻ സെലക്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് എത്ര പ്രീമിയം ആണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ക്ലോത്ത് പ്രീമിയം മെറ്റീരിയൽ ആണ് ഇതിനെ സെലക്ട് ചെയ്യേണ്ടത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നല്ല സ്മൂത്ത് ആണോ എന്നുള്ളതും കൂടി നോക്കണം. അത് ശരിക്കും നമ്മൾ എവിടുന്നാണ് നമ്മൾ കട്ടും ചെയ്യുന്നത് അവരെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് മാത്രമേ മാർഗുള്ളൂ. കാരണം അവർക്കേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഷോപ്പുകാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ആ ഒരു റിപ്പിളിന് പറ്റിയ ക്ലോത്ത് ആണോ അല്ലയോ എന്നുള്ളത്. നമ്മളിപ്പോ ഒരു സാധാരണക്കാരൻ ഷോപ്പിൽ വന്നിട്ട് ഒരു ക്ലോത്ത് കണ്ടിട്ട് ഒരു ക്ലോത്ത് ഇങ്ങനെ പിടിച്ചു നോക്കി ഇത് സ്മൂത്ത് ആണ്, കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നിക്കും ക്ലോത്ത് കാണുമ്പോൾ. പക്ഷെ അത് ചിലപ്പോൾ നമ്മൾ കർട്ടൺ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഭംഗി കിട്ടൂല. അപ്പൊ അത് ശരിക്ക് നമ്മൾ എവിടുന്നാണോ കർട്ടൺ സെലക്ട് ചെയ്യുന്നത് അവരോട് ആദ്യം തന്നെ പറയാ ഇങ്ങനെ മുകളിൽ മുതൽ താഴെ വരെ ആ ഒരു കറക്റ്റ് ആ ഒരു ഇതിൽ നിൽക്കുന്ന ആ ഒരു പ്ലീറ്റ് ആ ഷേപ്പിൽ നിൽക്കുന്ന ആ ഒരു കട്ടൻ തന്നെ വേണം, ക്ലോത്ത് തന്നെ വേണം എന്നുള്ളത് അവർ നിർബന്ധമായിട്ട് പറയാം. അതില്ലാന്നുണ്ടെങ്കിൽ റിപ്പിൾ കർട്ടന്റെ ഭംഗി പോകും. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് റിപ്പിൾ കർട്ടൺ എങ്ങനെയാണ് അഴിച്ചെടുക്കുക, എങ്ങനെ വാഷ് ചെയ്യുക, ഇത് എങ്ങനെ അഴിച്ചെടുത്ത കർട്ടൺ രണ്ടാമത് ഹുക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം. മറ്റുള്ള കർട്ടൺ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് അഴിക്കാനും വാഷ് ചെയ്യാനും രണ്ടാമത് നമുക്ക് അതിന്മേൽ
ഹുക്ക് ചെയ്യാനും പറ്റിയ ഒരു കട്ടണാണ് റിപ്പിൾ കട്ടൺ. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബെൽറ്റിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റീലിന്റെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ ഇങ്ങനെ മുകളിലേക്ക് ഹുക്കി കൊടുത്താൽ ഇത് ഈ ഒരു ഹുക്കുമെന്ന് അഴിഞ്ഞു പോരും. ഇതാ, ഇതെല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തൊട്ടടുത്തുനിന്ന് സൂം ചെയ്ത് കാണിക്കുന്നത്. നമ്മളൊരു റീൽസോ ഷോർട്സോ ഒന്നും ചെയ്യാന്നുള്ള അല്ല നമ്മളെ ഉദ്ദേശം. ഇത് ആളുകൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. ഇത് നമ്മൾ അയച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇനി ബാക്ക് സൈഡ് ഇങ്ങനെ നമ്മൾ അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് ഒരു ബെഡ്ഷീറ്റ് പോലെ ഈ ക്ലോത്ത് കിടക്കും. അപ്പൊ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ സൗകര്യമാണ്. ഇനി നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് അയൺ ചെയ്ത്, ബാക്ക് സൈഡ് അയൺ ചെയ്യാൻ പറഞ്ഞത് ക്ലോത്ത് കംപ്ലൈന്റ് വരാതിരിക്കാനാണ്. ഇനി ചൂടായിട്ട് കംപ്ലൈന്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് സൈഡ് അയൺ ചെയ്യാന്ന് പറയുന്നത്. എന്നിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ വലിയ ചുളിവുകളും മടക്കുകളും ഒന്നും വരാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ബട്ടൺ ഈ ഒരു ഹുക്കിൽ ഇങ്ങനെ ഹാങ് ചെയ്യാം. ഈ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ വലിച്ചെടുക്കും. ഇതിന്റെ ഒരു മെത്തേഡ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റും. ഇതിപ്പോ കൺസീൽഡ് കട്ടൺ ആണെങ്കിലും ജിപ്സിന്റെ അകത്തുനിന്ന് വരുന്നതാണെങ്കിലും സിസ്റ്റം ഇതുപോലെ തന്നെയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ടൈപ്പ് ഇത് ചെയ്തത്. പിന്നെ ഇതിന്റെ ഒരു പ്ലീറ്റുകൾ ഇതിന്റെ ഒരു ഷേപ്പ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. ഇതിന്റെ വേവ്സുകളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് റിപ്പിൾ കട്ടനെ കുറിച്ച് പറയാനുള്ളത്. മുമ്പ് റിപ്പിൾ കട്ടനെ കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു. അതിൽ പുതിയ ഒരുപാട് അപ്ഡേഷൻ വന്നപ്പോഴാണ് രണ്ടാമതൊരു വീഡിയോ ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടുന്ന് കട്ടൺ ചെയ്യുകയാണെങ്കിലും അതിന് ഉപയോഗിക്കുന്ന ക്ലോത്തുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ക്ലോത്തുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു കട്ടന്റെ ഭംഗി പോകും. അത് ക്ലോത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് റിപ്പിൾ കട്ടണാന്നുള്ളത് പ്രത്യേകം പറയണം. ഇനി ഏതെങ്കിലും ഒരു ഷോപ്പിൽ നമ്മൾ ചെന്നിട്ട് ക്ലോത്ത് സെലക്ട് ചെയ്യാണ്, കട്ടൺ നമ്മൾ ചെയ്യിക്കുന്നത് വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നാണെങ്കിൽ, പ്രവാസികളൊക്കെ പുറത്തുനിന്നൊക്കെ ക്ലോത്ത് വാങ്ങിയിട്ട് വരാറുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തന്നെ ഏതാണ് മോഡൽ എന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് വേണം. റിപ്പിൾ കട്ടൺ ആണെന്നുണ്ടെങ്കിൽ അത് സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്തുകൾ ചോദിച്ചു വാങ്ങണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലുക്ക് കട്ടണ് വരുള്ളൂ. ഇപ്പൊ നമ്മളുടെ കയ്യിൽ തന്നെ ഒരുപാട് കാറ്റലോഗുകൾ ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. ഇതിൽ എല്ലാം റിപ്പിളിന് പറ്റിയതല്ല. ഇത് റിപ്പിളിനും പ്ലീറ്റഡ് കട്ടണും റോമനും ഒക്കെ പറ്റിയ മെറ്റീരിയലുകൾ മിക്സഡ് ആണ്. അത് റിപ്പിൾ ആണെങ്കിൽ ഞങ്ങൾ അതിനായിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ പുറത്തെടുക്കാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ അപ്ഡേഷനുകളുമായിട്ട് ഇനി വീണ്ടും വരാം.